കലൂർ സ്റ്റേഡിയം അപകടത്തിൽ മൃദംഗ വിഷൻ MD നികോഷ് കുമാർ ഹാജരായി. വിവരങ്ങളുമായി കിരൺകുമാർ ഒപ്പം ചേരുന്നു. കിരൺകുമാർ, പറയൂ. നേരത്തെ കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുൻപായി തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു ഇവർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കലൂരിലെ പരിപാടിയുടെ മുഖ്യ നടത്തിപ്പുകാരായിട്ടുള്ള മൃദംഗ വിഷന്റെ MD നികോഷ് കുമാർ ഹാജരായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരിപാടിയുടെ ഇവന്റ് മാനേജ്മെന്റ് നടത്തിയിരുന്ന ഇവന്റ് ഓർഗനൈസറായിട്ടുള്ള ജിനേഷ് കുമാറിനോടും ഇന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരാകാനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ജിനേഷ് കുമാറും കോടതി പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇരുവരും മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ കോടതി അന്വേഷണത്തിനോട് സഹകരിക്കാനായിരുന്നു ഇരുവരോടും നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കീഴടങ്ങാനായിട്ട് കൂടിയുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നത്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഏതായാലും പോലീസിന് കോടതി നൽകിയിരുന്നു. ഏതായാലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് നികേഷ് കുമാർ ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഈ കേസിന്റെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥന് പാലാരിവട്ടം CIയുടെ മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിരിക്കുന്നത്. കിരൺ, ഈ വിവിധ റിപ്പോർട്ടുകൾ, ദൃശ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് സംഘാടകരുടെ പിഴവ് തന്നെയാണ്. മാത്രമല്ല, സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച അന്വേഷണവും മറുവശത്ത് നടക്കുന്നുണ്ടല്ലോ. ഒരു സുരക്ഷയുമില്ലാതെ MLAയും മന്ത്രിയും പ്രമുഖരുമൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വേദി കെട്ടുക, അങ്ങനെ അപ്പാടെ പ്രതിരോധത്തിലായ ഒരു സമയത്താണോ ഈ കീഴടങ്ങൽ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില അന്വേഷണങ്ങളിൽ നേരത്തെ തന്നെ ഈ പരിപാടിയിൽ വലിയ ക്രമക്കേടുകൾ അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ചില ക്രമക്കേടുകൾ ഈ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് സാമ്പത്തികപരമായിട്ടുള്ള വെട്ടിപ്പ് തന്നെയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള ആളുകളുടെ ഒപ്പം തന്നെ ഇവരുടെ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് അടക്കം വലിയ രീതിയിൽ പണം പിരിച്ചിരുന്നതായിട്ട് കണ്ടെത്തിയിരുന്നു. കൂടാതെ ഇത്തരം വലിയൊരു പരിപാടി നടക്കുമ്പോൾ ഇവരുടെ എന്റർടൈൻമെന്റ് ടാക്സ് അടക്കം നടത്താതെയാണ് നൽകാതെയാണ് ഇവർ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പ് ഈ സംഘാടകർ നടത്തിയിട്ടുള്ള ആ സാമ്പത്തിക തട്ടിപ്പിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ പരിപാടിയിൽ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. ഈ ഇത്തരത്തിൽ മന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പാലിക്കേണ്ടതായിട്ടുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ അത് പൊതുമരാമത്ത് വകുപ്പിനെ അറിയിക്കേണ്ടിയിരുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇവർ അറിയിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യം നേരത്തെ പൊതുമരാമത്ത് വകുപ്പ് ഒപ്പം ഈ കൊച്ചി കോർപ്പറേഷൻ അടക്കമുള്ള ആളുകളും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെയോ അല്ലെങ്കിൽ GTBയോട് അനുമതി ഇല്ലാതെയായിരുന്നു ഇവർ ഈ പരിപാടിയിലെ പൊതുവേദി അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തിയത് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ആ കാര്യങ്ങളിലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കേസിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ മൃദംഗ വിഷൻ MD നികോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ.